ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ ഞാനൊരു 9:30 കഴിഞ്ഞപ്പം കണ്ടാണ് പോയത്. 9:10 മണിയായപ്പോഴായിട്ടാണ് പോയത്. അവിടെ പോയി നമ്മൾ സാധാരണ ടോക്കൺ, അതായത് OP ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് ടോക്കൺ നമ്പർ നമ്മൾ എടുക്കണം. അപ്പോൾ എനിക്ക് കിട്ടിയ ടോക്കൺ നമ്പർ ഞാൻ ആദ്യമേ പറയാം. നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക് പ്രത്യേകം ഇത് മനസ്സിലാവും. അവിടെ പോയി 2-3 വട്ടമെങ്കിലും പോയിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റൽ മാത്രമല്ല, എല്ലായിടത്തുള്ള അവസ്ഥ തന്നെയാണ് കേട്ടോ. ഞാൻ ടോക്കൺ എടുത്തു. 600 എത്ര കണ്ടായിരുന്നു എൻ്റെ നമ്പർ, എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പം ടോക്കൺ എടുത്തിട്ട് നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് പോയതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെയും 60 വയസ്സ് കൂടുതലുള്ളവർക്കും ക്യൂ, അതായത് ഈ ടോക്കൺ നമ്പർ ആവുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഞാനത് അവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് 300 എത്ര കണ്ടാന്ന് തോന്നുന്നു. അപ്പം ഞാനത് കുഞ്ഞുങ്ങളെയും പ്രായമായവർ നിൽക്കുന്ന വരിയിൽ ഞാൻ നിന്നു. അപ്പോൾ എനിക്ക് മുമ്പ് ഒത്തിരി പ്രായമുള്ളവരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം എനിക്കത് വീഡിയോ ആയിട്ട് സൈഡിൽ കൊടുക്കണമെന്നുണ്ട്, എന്നാലും ഞാനത് അല്ലാണ്ട് പറയാം. അപ്പോൾ എനിക്ക് മുമ്പ് ഇതുപോലെ ആൾക്കാരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നിന്നിട്ട് നമ്മൾ OP ടിക്കറ്റ് തരത്തില്ലേ, അവർക്ക് പരിചയമുള്ളവർ ബാക്കിൽ കൂടെ, അതായത് കൗണ്ടറിൻ്റെ ബാക്കിൽ കൂടെ വന്ന് അവിടെ വർക്ക് ചെയ്യുന്ന, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സെക്യൂരിറ്റികളും അപ്പോൾ ഇവർക്ക് പരിചയമുള്ളവരൊക്കെ ബാക്കിൽ കൂടെ വന്ന് 1, 2, 3 ടിക്കറ്റ് OP ടിക്കറ്റാണ് എടുത്തോണ്ട് പോകണം. അപ്പോൾ ഈ ക്യൂ നിൽക്കുന്നവരുണ്ടല്ലോ അവിടെ തന്നെ നിൽക്കുകയാണ്, എങ്ങോട്ടും മാറുന്നില്ല. അതുപോലെ തന്നെ ഈ ടോക്കൺ വിളിക്കുന്ന നമ്പർ ഉണ്ടല്ലോ, ടോക്കൺ വിളിച്ചിട്ട് ഇന്ന കൗണ്ടറിൽ പോകും, അവിടെ നിന്ന് നമുക്ക് OP ടിക്കറ്റ് തരും. അപ്പം അതും ഇങ്ങനെ പെൻഡിങ് ആണ്. കാരണം ഈ ബാക്കിൽ നിന്ന് ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മളെന്താ ഫ്രണ്ടിൽ നിൽക്കുന്നൊരു മണ്ടന്മാരാണോ എനിക്കറിയില്ല. ഞാൻ അവിടെ നിന്ന് അവരോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇതെന്താ ബാക്കിൽ നിങ്ങൾക്ക് ക്യൂ നിന്ന് വന്നിട്ട്. നല്ല ചെറുപ്പക്കാർ, അത് എന്നെ പോലത്തെ പ്രായമുള്ളവരെ, അതായത് നമുക്കൊക്കെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിൽക്കേണ്ട ആരോഗ്യമൊക്കെ ഇല്ലേ, അതുപോലുള്ളവർ ഇവരുടെ പരിചയക്കാർ ബാക്കിൽ കൂടെ വന്ന് ടോക്കൺ മേടിച്ചുകൊണ്ട് ഡോക്ടറെ കാണാൻ പോവാണ് കേട്ടോ. ഇത് അവിടുത്തെ കാര്യം. എനിക്ക് എൻ്റെ മുമ്പിൽ നിന്ന് ഒരു പ്രായമായ അമ്മയായിരുന്നു കേട്ടോ. അമ്മ കുറേ നേരം കൊണ്ട് ഇങ്ങനെ ചോദിച്ച് ലാസ്റ്റ് ഞാൻ പറഞ്ഞു ആ അമ്മയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും അവർ കൊടുത്തില്ല. വീണ്ടും എനിക്ക് തോന്നുന്നു ഞാനൊരു 10-15 മിനിറ്റ് ആ ക്യൂവിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു 1, 2, 3 പേര് 2-3 OP ടിക്കറ്റ് വെച്ച് അല്ലാണ്ട് പരിചയക്കാർ വന്ന് മേടിച്ചിട്ടുണ്ട്. ഇവരെ ബാക്കിൽ കൂടെ വന്നിട്ട് പരിചയക്കാർ മേടിച്ചുകൊണ്ട് കൊടുത്തു. ചേട്ടാ ഒരു ടിക്കറ്റ് OP തരാമോ എന്ന് വെച്ചിട്ട് അല്ല അവിടെ വർക്ക് ചെയ്യുന്ന സെക്യൂരിറ്റികൾ വരെ വന്ന് മേടിച്ചുകൊണ്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ മാത്രമല്ല, അവിടെ നിന്ന് ഞാൻ അവിടെ ടോക്കണൊക്കെ മേടിച്ച് ഡോക്ടറെ കണ്ട് ഞാൻ മരുന്ന് മേടിക്കുന്നിടത്ത് വന്നപ്പോഴും അവിടെ ഈ ടോക്കണാണ് കേട്ടോ. 3 കൗണ്ടർ കണ്ടിട്ടുണ്ട്, 3-4 കൗണ്ടറുണ്ട്. ഒരിടത്തും സ്റ്റാഫ് ഓൺലി കൗണ്ടർ എന്ന് പറഞ്ഞു ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല, ഒരിടത്തും എഴുതിയിട്ടില്ല. അപ്പോൾ അതായത് അവിടെയും ടോക്കൺ വിളിക്കുന്നതനുസരിച്ച് നമ്മൾ നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളെ കൊണ്ടുപോയാലും നമ്മൾ ടോക്കൺ അനുസരിച്ചാണ് അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു നേഴ്സ് ഓടി വന്നു. 3 ടിക്കറ്റാന്ന് തോന്നുന്നു, 3 OP ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്, മരുന്ന് മേടിക്കുന്നു, പോകുന്നു. അങ്ങനെ 3-4 പേര് അവിടെ വർക്ക് ചെയ്യുന്ന, ഹോസ്പിറ്റലിനകത്ത് വർക്ക് ചെയ്യുന്ന 3-4 പേര് മേടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാനത് എൻ്റെ ടോക്കണിൻ്റെ സമയത്ത് ഇപ്പം ഞാൻ അവരോട് ചോദിച്ച്, ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനാണ് ക്യൂ, അല്ലെങ്കിൽ എന്തിനാണ് ടോക്കൺ നമ്പർ വിളിക്കേണ്ട? സോ വരുന്നവർ ക്യൂ നിന്ന് മേടിച്ചുകൊണ്ട് പോയപ്പോഴേ. അപ്പോൾ അവർ പറഞ്ഞത് സ്റ്റാഫുകൾക്ക് പ്രത്യേകം ക്യൂ ഉണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, സ്റ്റാഫ് ഉള്ളി എന്ന് പറഞ്ഞ് എങ്ങും എഴുതിയിട്ടില്ല. നമ്മളിപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ സ്റ്റാഫ് ഉള്ളി അല്ലെങ്കിൽ ബാത്റൂം ഇന്ന സ്ഥലങ്ങൾ സ്റ്റാഫ് ഉള്ളി എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചേക്കും. ഇത് അവിടെ ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ല. ഈ മഹാ അഴിമതിയാന്നേ. അവർക്ക് പരിചയമുള്ളവർക്ക് മുൻതൂക്കം കൊടുക്കുക, അവരെ അങ്ങ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കയറിച്ചില്ല. അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഇത് സ്ഥിരം കാണുന്നതാണ്. ഈ പ്രായമായവർ വരെ വടിയും കുത്തി അവിടെ നിന്നാൽ പോലും ഒരു മനസാക്ഷി ഇല്ലാത്തവരാണ് കേട്ടോ. മനസാക്ഷി ഇല്ലാത്തവരെന്ന് പറയാൻ കാരണമുണ്ട്. കാരണം എൻ്റെ മകൾക്ക് ഞാൻ ഇതിന് മുമ്പ് വീഡിയോ വേറെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മൂക്കിൻ്റെ ഉള്ളിൽ ബാറ്ററി കയറിയിട്ട് ജസ്റ്റ് അവർക്ക് എടുക്കാൻ പാകത്തിന് ഇവിടെ ഇരുന്ന സംഭവമായിരുന്നു. പക്ഷെ അവർ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്നെങ്കിൽ അടുത്തുള്ള ENT ഡോക്ടറെ കാണിക്ക്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷെ അവിടെ പോയി മെഡിക്കൽ കോളേജിൽ പോയി കൊടുക്കും സർജറി എഴുതി എടുക്കാണ്ട് വന്നായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഉള്ളിൽ കയറിപ്പോയി. ഇവർക്ക് എടുക്കാൻ പറ്റുന്ന അത്യാഹിതം എന്ന് പറയത്തുള്ളൂ. കാരണം അത്യാഹിത വിഭാഗത്തിനകത്ത് ഒരു പ്രത്യേക ഇതെന്താ, എമർജൻസി ആയിട്ട് ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ടോ, ആംബുലൻസ് പിടിച്ചോ മെഡിക്കൽ കോളേജ് എന്നാണ് പറയുന്നത്. തൽക്കാലം പനി, ചുമ എന്ന് പറഞ്ഞ് ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ അവിടെ കൊട്ടാരക്കരയെ കാണിക്കുക എന്നുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക്
അതിനോട്, അതായത് അവിടെ നിന്നപ്പോൾ സത്യം പറഞ്ഞാൽ അവിടുത്തെ സൂപ്രണ്ടിനെ പോയി കണ്ട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എത്രത്തോളം നമ്മൾ പറഞ്ഞാലും അവിടെ ഒന്നും ഇല്ലെന്നേ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.